അപ്പോൾ ഇന്ന് നമ്മൾ അച്ചൻകോവിലിൽ പോവാണ്. ഏകദേശം 4 വർഷമായി കേട്ടോ ഞാൻ അച്ചൻകോവിലിൽ പോയിട്ട്. പോകുന്ന വഴി കലഞ്ഞൂർ വെച്ചിട്ട് കണ്ടതാണ് കേട്ടോ ഈ ഒരു കൂറ്റൻ സ്റ്റാർ. ഇത് ഫ്ലൈറ്റ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഒരു ചാനൽ അവരുണ്ടാക്കിയതാണെന്നാണ് തോന്നുന്നത്. ആ ഒരു സ്റ്റാർ അതിലങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അച്ചൻകോവിലിലെ കാര്യമാണ്. പണ്ട് കൊച്ചിലെ കല്യാണം കഴിയുന്നതിന് മുമ്പേ ഞാൻ എല്ലാ കൊല്ലവും അച്ചൻകോവിലിൽ പോകുമായിരുന്നു കേട്ടോ. നമ്മളുടെ ഒരു ക്രിസ്മസ് വെക്കേഷൻ സമയത്താണ് ഇവിടുത്തെ ഉത്സവം വരുന്നത്. ധനുമാസം 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് ഇവിടുത്തെ ഉത്സവം. അപ്പം സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന ടൈം ആകുമ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പോകാറുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അവിടെ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊരു 8 മണി 8:30 ആയപ്പോഴത്തേക്കിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അധികം നേരത്തെ ഒന്നും അല്ല ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ എത്തിയിട്ട് ആദ്യം തന്നെ കറുപ്പസ്വാമി അമ്പലത്തിൽ തൊഴുതു. അവിടെ തൊഴുതിട്ടാണ് ഇവിടെ തൊഴേണ്ടതെന്ന് ചിറ്റ പറഞ്ഞു. അപ്പം കറുപ്പസ്വാമിയൊക്കെ തൊഴുതിട്ട് പിന്നെ ശാസ്താവിനെ കയറി തൊഴുതു. അതിനുശേഷം അടുത്തുള്ള കാവിലും പോയി തൊഴുതു. ഞങ്ങളുടെ കൂടെ ചിറ്റയും പപ്പാച്ചിയും അനിയന്മാരും ഉണ്ടായിരുന്നു. പപ്പാച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അമ്മയുടെ അച്ഛനെയാണ് പപ്പാച്ചി എന്ന് വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി കാവിലൊക്കെ തൊഴുതിട്ട് അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് അമ്പലത്തിൻ്റെ അടുത്തോട്ട് വന്നു. തൊഴുതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ണിയപ്പം വാങ്ങിച്ചു. ഞാൻ വിചാരിച്ച് കട്ടിയായിരിക്കും ഉണ്ണിയപ്പത്തിന്, പക്ഷേ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പണ്ട് കൊച്ചിലെ മമ്മിച്ചി ഉണ്ടായിരുന്ന സമയത്തെ ഞങ്ങളാണെങ്കിൽ ജീപ്പിൽ എല്ലാവരും ഇതുപോലെ തന്നെ അനിയന്മാർ എല്ലാവരും കൂടിയിട്ടായിരുന്നു അച്ചൻകോവിലിൽ പോകുന്നത്. അന്ന് പൊതിയൊക്കെ കെട്ടി നല്ല രസമായിരുന്നു. എന്നിട്ട് ആ ഒരു ആറിൻ്റെ കരയിലിരുന്ന് കഴിക്കുന്നതും ഒക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇത്തവണ പോയപ്പോഴും ഞാൻ ചിറ്റയോട് ചോദിച്ചു പൊതി കെട്ടാവുമെന്നോ. ഓക്കെ ചിറ്റ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പൊതിയൊക്കെ കെട്ടിയിട്ടാണ് ഇത്തവണ പോയത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ പൊതിയൊക്കെ കഴിക്കാൻ പോകുന്നത് കാട്ടിലിരുന്ന്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് ചെയ്യാൻ എടുക്കാനായിട്ട് വിട്ടുപോയി. പിന്നെ കാറിൻ്റെ ബാക്കിൽ കുറച്ച് ചാക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് അതിന് മുകളിൽ ന്യൂസ് പേപ്പറൊക്കെ ഇട്ടിട്ട് ഞങ്ങളിരുന്നു. ചുറ്റും ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ പൊതി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പൊതിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് അറിയണ്ടേ? ചോറ്, ചമ്മന്തി, പിന്നെ ഓൾ ടൈം ഫേവറേറ്റ് ചീവക്കിഴങ്ങ് മെഴുക്കുവരട്ടി. അത് ഈ ഒരു സീസണിൽ മാത്രം കണ്ടുവരുന്ന മെഴുക്കുവരട്ടിയാണല്ലോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ അച്ചൻകോവിൽ പോകുമ്പം ഈ ചീവക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഞങ്ങളുടെ സന്തത സഹചാരിയായിരുന്നു. പിന്നെ ചേമ്പുന്നാട് തോരനുണ്ടായിരുന്നു, കടലക്കക്കറി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറും, പിന്നെ മോരല്ല തൈരുണ്ടായിരുന്നു, പിന്നെ പപ്പടം പൊളിച്ചതുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് പൊതിയൊക്കെ ആസ്വദിച്ച് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഇറങ്ങണമല്ലോ. ഇവിടുത്തെ ആറ്റിൽ അധികം വെള്ളമില്ല കേട്ടോ. നമ്മുടെ മുട്ടിന് താഴെ വരെ ഉള്ളൂ. പിന്നെ നമുക്ക് ഇറങ്ങി നിൽക്കാം, ആഴമൊന്നുമില്ല. അടിവശമൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആഴമുള്ള സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് കയങ്ങൾ പോലെ. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയത് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ വെള്ളത്തിലൊക്കെ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. സമയം പോകുന്നതേ അറിയത്തില്ല. ദേവൂട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവനെ അവിടെ നിന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ല പെടാപ്പാട് തന്നെ പെട്ടു. സാധാരണ അച്ചൻകോവിൽ പോകുമ്പോൾ ഞങ്ങൾ തിരുമലക്കോവിലും കൂടെ പോകാറുണ്ട്. പക്ഷേ ഇത്തവണ ഞങ്ങൾ താമസിച്ചാണല്ലോ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ പിന്നെ തിരുമലക്കോവിലും കൂടെ പോയിട്ട് വരുമ്പോഴത്തേക്കിന് രാത്രിയാവും. അത് കാരണം പോയില്ല. നമുക്ക് കോന്നിയിൽ നിന്ന് 2 രീതിയിൽ അച്ചൻകോവിലിൽ പോകാം കേട്ടോ. കോന്നി വഴിയും പോകാം, അലിമുക്ക് വഴിയും പോകാം. ഞങ്ങൾ അലിമുക്ക് വഴിയാണ് പോയതെങ്കിലും റോഡ് മോശമായിരുന്നു. കോന്നി റോഡ് അതിലും മോശമാണ് കേട്ടോ. അലിമുക്കിനൊന്ന് പോകുമ്പോൾ കുറച്ചിടയൊക്കെ നല്ല മോശമാണ്. എന്നാലും അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല റോഡ്. തിരിച്ചു വരുന്ന വഴിക്ക് കോഫി കുടിക്കാനായിട്ട് കൊയിലോൺ ബേക്കറിയിൽ കയറി. ഞാൻ സ്ലീ കോഫിയാണ് കുടിച്ചത്. അവർ മൊജിറ്റോയും ലൈമും ഒക്കെയാണ് കുടിച്ചത്. കഴിക്കാനായിട്ട് ബർഗറും ഷവർമയും പിന്നെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈസും ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 4:30-4:45 ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇനി ഞാൻ അച്ചൻകോവിലിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചതെന്നും കൂടെ കാണണ്ടേ. ഇത്തവണ ഞാൻ അച്ചൻകോവിലിൽ നിന്ന് കുറേ കുപ്പിയോളയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ദേവുട്ടിക്ക് ഒരു വണ്ടിയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 3 ക്ലച്ചസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വൈറ്റ് ഫ്ലവർ പോലുള്ളതിനും ആ ഒരു ഗ്രീനും 20 രൂപയായിട്ടുള്ളൂ. പിന്നെ ഒരെണ്ണം സ്റ്റോൺ വെച്ചതാണ്, അതിന് 30 രൂപയായിട്ടുണ്ട്.
പിന്നെ കുപ്പികളൊക്കെ ആണെങ്കിൽ 6 എണ്ണത്തിൻ്റെ സെറ്റിന് 30 രൂപയാണ്. അങ്ങനെ ഞാനൊരു 6 കളർ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു തത്തപ്പച്ച, പിന്നെ ഒരു ബ്ലൂ, പിന്നെ കടും പച്ച, ഗോൾഡന്, പിന്നെ ചന്ദന കളർ പോലെ ഇച്ചിരി ഷൈനിങ് ആയിട്ടുള്ള ഒരു കളർ വെറൈറ്റി ആയിട്ട് തോന്നിയപ്പോൾ വാങ്ങിച്ചതാണ്. കുപ്പിവളകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ കുപ്പിവള ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.